നാം താമസിക്കുന്ന ഭൂമി, ഇതിൽ വൃക്ഷങ്ങളും ചെടികളും സസ്യങ്ങളും കായ്ക്കനികളും നാം ചെയ്യുന്ന കൃഷികളുമൊക്കെ ഇതിങ്ങനെ സമ്പന്നമായി ഭൂമിക്കടിയിൽ നിന്ന് വളർന്നു വരാൻ ഭൂമിക്ക് നിർബന്ധമായും രണ്ടാൽ ഒരു മഴ കിട്ടണം. ഒരു പക്ഷേ പാറിപ്പെയ്യുന്ന മഴ. ഗൾഫ് രാജ്യങ്ങൾ പോലത്തെ സ്ഥലത്തൊക്കെ പാറിപ്പെയ്യുന്ന മഴ പെയ്താൽ മതി, അല്ലെങ്കിൽ കോരിച്ചൊരിയുന്ന മഴ. നമ്മുടെ നാട് പോലത്തെ സ്ഥലത്തൊക്കെ പാറിപ്പെയ്യുന്ന മഴ കൊണ്ട് മാത്രം ആയാൽ പറ്റില്ല, കോരിച്ചൊരിയുന്ന മഴ കിട്ടണം. വാബിലുൻ ഔ തല്ല് എന്നാണ് ഖുർആൻ പറയുന്നത്. കോരിച്ചൊരിയുന്നതോ പാറിപ്പെയ്യുന്നതോ ആയ മഴ, രണ്ടാൽ ഒരു മഴ ഓരോ സ്ഥലത്തേക്കും ആവശ്യത്തിനനുസരിച്ച് ലഭിക്കണം. എണ്ണക്കിണറുകളിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും മഴ കിട്ടണം. സമുദ്രജീവികളായ കടൽ ജീവികളായ ജീവജാലങ്ങൾക്ക് പ്രത്യുൽപാദന ശേഷി ഉണ്ടാകണമെങ്കിൽ കടലിലും മഴ പെയ്യണം. അങ്ങനെ മഴ എന്ന വാനലോകത്ത് നിന്ന് കിട്ടുന്ന റഹ്മത്ത് അത് ഭൂമിക്ക് ലഭിക്കുമ്പോഴാണ് ഭൂമി അതിൻ്റെ തേങ്ങയും മാങ്ങയും ചരങ്ങയും മുരിങ്ങയും കൈപ്പങ്ങയും തുടങ്ങി ഇവിടത്തെ സ്വർണവും വെള്ളിയും ഇരുമ്പയും പെട്രോളും ഒക്കെ അടക്കമുള്ളത് ഭൂമി നമുക്ക് നൽകുന്നത് ഈ മഴ കാരണമാണ്. അള്ളാഹു നൽകുന്ന ഈ വിഭവങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ഒരു സബബാണ് മഴ. എന്ന പോലെ മനുഷ്യരെ നന്മയിലേക്ക് നയിക്കുന്ന, മനുഷ്യരെ നീതിയിലേക്ക് നയിക്കുന്ന, മനുഷ്യരെ ധർമ്മത്തിലേക്ക് നയിക്കുന്ന, മനുഷ്യരെ പരസ്പരം മനുഷ്യർ തമ്മിലും മനുഷ്യരല്ലാത്ത ജീവജാലങ്ങൾ തമ്മിലും സ്നേഹോഷ്മളമായ ജീവിതം നിലനിർത്തുന്ന ആദരവ്, അനുസരണം, സ്നേഹം, വാത്സല്യം ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ ഭൂമിക്ക് മഴ കിട്ടുന്നത് പോലെ മനുഷ്യ മനസ്സുകൾക്ക് സ്വാലിഹ്യങ്ങളുടെ സാന്നിധ്യം, സ്വാലിഹ്യങ്ങളുടെ ഉപദേശം അത് ലഭിച്ചുകൊണ്ടേയിരിക്കണം. ആയത്തുകൾ ഓതിക്കൊണ്ടുള്ള ഉപദേശം, ഹദീസുകൾ പാരായണം ചെയ്തുകൊണ്ടുള്ള ഉപദേശം, മഹാന്മാരുടെ ചരിത്രങ്ങൾ കേട്ടുകൊണ്ടുള്ള ഉപദേശം, അതാണ് നമ്മുടെ മനസ്സിനെ സമ്പന്നമാക്കുന്നത്. എൻ്റെ രാജ്യം നിലമ്പൂരാണ്. നിങ്ങൾ ഈ ഭാഗത്തെ പോലെ ഇവിടെ കുറച്ചേ ഫോറസ്റ്റ് ഉള്ളൂ. ഞങ്ങളുടെ രാജ്യത്തിന്റെ ബഹുഭൂരിഭാഗവും ഫോറസ്റ്റ് ഏരിയ. എന്റെ നാട്ടിൽ എനിക്കുള്ള ഒരു 20 സെന്റ് ഭൂമിയിൽ ഞാനത് വാങ്ങിയ ഉടനെ തന്നെ അതിന്റെ അതിരിലൊക്കെ ഇങ്ങനെ തേക്കും തൈ വെച്ചു, ക്രോസിൽ ഇങ്ങനെ തെങ്ങും തൈ വെച്ചു. അതിന്റെ ഒരു മൂലയിൽ ഒരു ചെറിയ കിണർ കുഴിച്ചു. ഇതിന്റെ ഇടക്കൃഷിയായിട്ട് കുറെ ചെറിയ ചെറിയ കൃഷികൾ, വൈതനങ്ങ, അതേപോലെ തന്നെ വെണ്ടക്ക, പച്ചമുളക്, അതേപോലെ തന്നെ 2 തരം ചീര, ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചു. ആകെ 20 സെന്റ് ഉള്ളു. പക്ഷെ ആ 20 സെന്റിൽ നമുക്ക് പോയിരുന്നാൽ നല്ല ആശ്വാസമാണ്. നല്ലൊരു തണുത്ത കാറ്റ് വരും, നല്ല ശുദ്ധമായ വായു ശ്വസിക്കാം. അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുമ്പോൾ മാങ്ങയോ തേങ്ങയോ ചെരങ്ങയോ മുരിങ്ങയോ കൈപ്പങ്ങയോ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടാതിരിക്കൂല. ഇത് ഭൂമിയുടെ ഒരു പ്രത്യേകതയാണെങ്കിൽ ആയത്തുകളും ഹദീസുകളും ഉപദേശങ്ങളും നമ്മുടെ ഹൃദയത്തിന് കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അപ്പുറത്ത് തേങ്ങ മാങ്ങ ഒക്കെ ഉണ്ടായതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സ്വല്ലല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇങ്ങനെ അല്ലാഹ് എന്ന് ചേർന്ന വിവിധ തസ്ബീഹുകൾ, തക്ബീറുകൾ, തഹ്മീദുകൾ, തഹ്ലീലുകൾ ഇതൊക്കെ ഒരേ ഹൃദയത്തിൽ ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കും. ഒരു 10 സെന്റിൽ തന്നെ തേങ്ങയും മാങ്ങയും ചെരങ്ങയും മുരിങ്ങയും ഒക്കെ മഴ പെയ്തപ്പോൾ ഉണ്ടായതുപോലെ ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ടുള്ള മഴ നമ്മുടെ ഹൃദയത്തിന് കിട്ടിയാൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, സ്വല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് വിവിധ പഴവർഗ്ഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വെളുമ്പത്ത് മക്കാമിന്റെ ഈ പരിസരത്ത് താമസിക്കുന്ന സത്യവിശ്വാസികൾ, ഇവിടെ വർഷത്തിലൊരിക്കൽ ആലിമീങ്ങൾ വരുന്നു, സയ്യിദന്മാർ വരുന്നു, സ്വാലിഹീങ്ങൾ വരുന്നു. അവരെയൊക്കെ നമ്മൾ കാണുന്നു, അവരൊക്കെ കൂടെ കൂടുന്നു, അവരൊക്കെ സഹവസിക്കുന്നു. അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ ഖിദ്മത്ത് എടുക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയും വിനീതനായ ഞാനും ഇവിടെ ഒരു വീട്ടിൽ ഭക്ഷണത്തിന് ചെന്നപ്പോൾ ഇവിടുത്തെ കമ്മിറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ, ബഹുമാനപ്പെട്ട പോക്കറാജിയെ പോലുള്ള പ്രായം ചെന്ന ആളുകളൊക്കെ അവരൊക്കെ
ഞങ്ങൾക്കൊക്കെ വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ്, തങ്ങൾക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ്. ചായ കൊടുക്കാൻ, കാപ്പി കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ, സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. അങ്ങനെ ഈ നാട്ടിലുള്ള ഒട്ടേറെ ചെറുപ്പക്കാർ അവരൊക്കെ വോളണ്ടിയർമാരായി അതിഥികളായി വന്ന നേതാക്കൾക്കും സയ്യിദന്മാർക്കും ഒരു വിഷമം അനുഭവിക്കാതിരിക്കാൻ മഴയും മറ്റും പ്രശ്നമാക്കാതെ അവരൊക്കെ ക്യൂ നിന്ന് വല്ലാത്ത ഒരു സന്തോഷം. ഇതൊക്കെ സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് ഈ മക്കാമുമായി അടുത്ത് നിന്നുകൊണ്ട് നാം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനൊരു വെളിച്ചം, നമ്മുടെ ഹൃദയത്തിനൊരു പ്രകാശം. ഒരു ഇരുട്ട് മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാൽ ആ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഒരാൾക്ക് ഖുർആൻ ഓതാം, മറ്റൊരാൾക്കൊരു പുസ്തകം പഠിക്കാം, വേറെ ഒരാൾക്ക് എഴുതാം, വേറെ ഒരാൾക്ക് കീറിയത് തുന്നിപ്പിടിപ്പിക്കാം, വേറെ ഒരാൾക്ക് നിസ്കരിക്കാം. ഒരു ഇരുട്ട് മുറിയിൽ ഒരു ബൾബ് കത്തുമ്പോൾ ആ വെളിച്ചം എത്ര ആളുകൾക്ക് ഉപയോഗിക്കും എന്ന പോലെ സത്യവിശ്വാസിയുടെ ഹൃദയം ഈമാൻ കൊണ്ട് പ്രകാശിച്ചാൽ ആ പ്രകാശിച്ച ഭാര്യക്ക്, അത് മക്കൾക്ക്, അത് പേരമക്കൾക്ക്, അത് പുതിയാപ്പിളക്ക്, അത് അപ്പുറത്തെ വീട്ടുകാർക്ക് എല്ലാം വെളിച്ചമാകും. ഇതൊക്കെയാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദിന്റെ അന്ത ശംസുൻ അന്ത ബദ്റുൻ അന്ത നൂറുൻ ഫൗക നൂരി അന്ത ഇക്സീറുൻ വഗാലി അന്ത മിസ്ബാഹു സുദൂരി യാ നബി സലാം. എല്ലാരും കൂടിയാണ് പൂർത്തിയായി കിട്ടി. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. നമ്മളതിന് മടിച്ചു നിൽക്കേണ്ടതില്ല. നമ്മൾ മുത്തുനബിയുടെ സ്വലാത്ത് സലാം ഒരിക്കൽ ത്വാഹ റസൂലുള്ളാഹ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു അനുഭവ വിവരം പറയുന്നത് ആരാണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയാണ്. ആയിഷ ബീബിയുടെ പ്രത്യേകത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകാവസാനം വരെ വരാനിരിക്കുന്ന ലോകാവസാനം വരെ വരാനിരിക്കുന്ന സ്ത്രീ ജനങ്ങൾ, ആ സ്ത്രീ ജനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളും അവകാശങ്ങളും ഇതൊക്കെ വളരെ പ്രത്യേകമായി നബിതങ്ങൾ പഠിച്ചതൊന്നും മറക്കാത്ത ബുദ്ധിശക്തിയുടെ ഉടമയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. എങ്ങനെ ആകാതിരിക്കും? ആയിഷ ബീബിയുടെ വാപ്പയാരാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗാവകാശിയാണ്. ആയിഷ ബീബിയുടെ വല്യപ്പയാരാണ്? അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗാവകാശിയാണ്. ആയിഷ ബീബിയുടെ ജ്യേഷ്ഠത്തിയാരാണ്? അസ്മാ ബീബി റളിയല്ലാഹു അൻഹ സ്വർഗ്ഗാവകാശിയാണ്. ആയിഷ ബീബിയുടെ സഹോദരനാരാണ്? അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കർ ബദറിൽപ്പെട്ട സ്വർഗ്ഗാവകാശിയാണ്. ആയിഷ ബീബിയുടെ ഉമ്മയാരാണ്? അല്ലാഹ് മൻ സറഹു അൻ യൻദുറ ഇല ഇംറഅത്തിൻ തംശി ഇലൽ ജന്ന. സ്വർഗ്ഗത്തിലേക്ക് നടക്കുന്ന പെണ്ണിനെ നിങ്ങൾക്ക് കാണണോ? സിദ്ദീഖ് തങ്ങളുടെ ഭാര്യ ആയിഷ ബീബിന്റെ ഉമ്മയെ കണ്ടോ? ആ പെണ്ണ് സ്വർഗ്ഗത്തിലേക്ക് നടന്നെടുക്കുന്ന സഹോദരിയാണ്. ഉമ്മ സ്വർഗ്ഗാവകാശി, വാപ്പ സ്വർഗ്ഗാവകാശി. അല്ലാഹ് കുടുംബം മുഴുവൻ അവിടെ പിറന്ന മോളാണ് ബഹുമാനപ്പെട്ട ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ എന്റെ റൂമിൽ ഇരുന്നു കൊണ്ട് എന്റെ ഒരു ഷർട്ട് സൂചിയും നൂലും എടുത്തുകൊണ്ട് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുക. സൂചിയും നൂലും എടുത്തിട്ട് ഞാൻ എന്റെ ഷർട്ട് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുക. അപ്പൊ തുന്നിക്കൊണ്ടിരിക്കുന്ന മധ്യേ ലൈറ്റ് കെട്ടുപോയി. ജൈത്തെണ്ണയിൽ കത്തിച്ചിരിക്കുന്ന തിരിവിളക്കാണ്. ആ എണ്ണ തീർന്ന് വെളിച്ചം കെട്ടുപോയി. ആ വെളിച്ചം കെട്ട ബേജാറിൽ എന്റെ കയ്യിൽ നിന്ന് സൂചി താഴെ വീണു. ഞാൻ ബേജാറായി പോയി. ഇരുട്ടാണ്. ഇനി എഴുന്നേറ്റ് നടക്കേ പിടിക്കുകയൊക്കെ ചെയ്താൽ സൂചി കാലിൽ തട്ടുമോ? ഞാനിങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് ഞാൻ ഇരിക്കുന്ന റൂമിന്റെ വാതിൽക്കൽ വന്നിട്ട് വാതിൽ ഇങ്ങനെ തുറന്നു. എന്റെ ഇരുട്ട് മുറിയിലേക്ക് നബിതങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ ആ മുറി ആകെ പ്രകാശിച്ചു. നല്ല ലൈറ്റ്, റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ പ്രകാശം ആ റൂം ഇങ്ങനെ പ്രകാശിച്ചപ്പോൾ എന്റെ കയ്യിൽ നിന്ന് വീണ സൂചി ഞാൻ തപ്പാതെ എടുത്തു. സൂചി ഇങ്ങനെ തപ്പി തെരഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് ഞാൻ റസൂലുള്ളാഹിന്റെ ആ പ്രകാശത്തിൽ എന്റെ വീണ സൂചി ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് മുത്തുനബിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്. അവിടുത്തെ മുഖത്തിന്റെ വല്ലാത്തൊരു പ്രഭയാണല്ലോ, വല്ലാത്തൊരു പ്രകാശമാണല്ലോ. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു, ആയിഷു, ഈ പ്രകാശം ആസ്വദിക്കാൻ, ഈ പ്രകാശം കാണാൻ ഭാഗ്യമില്ലാത്തവർ എന്റെ ഉമ്മത്തിൽ ഉണ്ടാകും.
അള്ളാൻ റസൂലിനോട് ആയിഷ ബീവി അത്ഭുതപ്പെട്ട് ചോദിച്ചു, ഇത്ര നല്ല പ്രകാശമുണ്ടായിട്ട് അത് കാണാത്തവരുണ്ടാകുമോ നബിയെ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉണ്ടാകും. മൻഹും യാ റസൂലല്ലാഹ്, അതാരാണാവോ നബിയെ? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വൈലുൽ ലിമൻ യറാനി വൈലുൽ ലിമൻ ലം യറാനി, എന്നെ കാണാൻ ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് നാശമാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ, അവർക്ക് പരാജയമാണ്. അപ്പൊ ആയിഷ ബീബി വീണ്ടും ചോദിച്ചു, അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ നബിയെ? റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും പറഞ്ഞു, വൈലുൽ ലിമൻ ലം യറാനി, എന്നെ കാണാൻ സാധിക്കാത്തവർക്ക് പരാജയമാണ്. ആയിഷ ബീബി വീണ്ടും ചോദിച്ചു, അങ്ങനെ ആരെങ്കിലും ഉണ്ടാകുമോ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആയിഷു, ഉണ്ട്. അതാരാണെന്നറിയോ? മൻ ദുകിർതു ഇൻദഹു വലം യുസല്ലി അലൈഹി, എന്റെ പേരിൽ സ്വലാത്ത് സലാം ചെല്ലാൻ, എന്റെ പേരിൽ സ്വലാത്ത് സലാം ചെല്ലാൻ ഭാഗ്യമില്ലാത്തവർ, എന്റെ പേര് കേട്ടിട്ടും എന്റെ സ്വലാത്ത് കേട്ടിട്ടും എന്റെ സലാം കേട്ടിട്ടും അതിലൊന്നും ചേരാത്തവരുണ്ട്, അവർക്ക് എന്റെ മുഖത്തിന്റെ പ്രകാശം കാണാൻ കഴിയില്ല ആയിഷു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസിനെ വെച്ചുകൊണ്ടും മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ നബി സലാം അലൈക്കും യാ റസൂൽ, അതെപ്പോഴാണ് നമ്മൾ ചൊല്ലുന്നത്? അന്ത ശംസുൻ അന്ത ബദ്റു, നബിയെ തങ്ങൾ ആരാണ്? തങ്ങൾ സൂര്യനെ വെല്ലുന്ന പ്രകാശമാണ്. അന്ത ബദ്റുൻ, തങ്ങൾ ആരാണ്? 14-ാം രാവിനെ വെല്ലുന്ന പ്രകാശമാണ്. ആ പ്രകാശം എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുക? നമുക്കൊക്കെ അത് അനുഭവിക്കണ്ടേ? അതെങ്ങനെയാണ്? നാളെ ആഖിറത്തിൽ വരുമ്പോ നമ്മളെല്ലാവരും ഖബറിൽ നിന്ന് എഴുന്നേൽക്കേണ്ടി വരും, അല്ലേ? ഞാൻ ഖബറിൽ തന്നെ കിടക്കുകയാണ്, ഞാൻ ഇവിടുന്ന് വരുന്നില്ല എന്നൊരാൾ പറഞ്ഞാൽ അവിടെ തന്നെ കിടക്കാൻ പറ്റും? ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്ര സുഖത്തിൽ നമ്മൾ താമസിച്ചത്, അല്ലേ? എന്തെങ്കിലും ഒരു സംശയം അല്ല എന്ന് വെച്ചപ്പോ ഇങ്ങനെ നോക്കണം. ഉമ്മയുടെ ഗർഭാശയത്തിൽ എത്ര സുഖം. ഒരു കുട്ടി നല്ല സുഖം, 2 കുട്ടികളായപ്പോ പരമസുഖം, 3 കുട്ടികളാണെങ്കിൽ അതിനേക്കാൾ സുഖം. വല്ല വിഷമമുണ്ടോ? നിങ്ങൾ ഇതുവരെ കേട്ടോ, 2 കുട്ടികളുണ്ടായിട്ട് ഒരു കുട്ടി 8-ാം മാസത്തിൽ തന്നെ പോകുന്നു. അപ്പൊ എന്തേന്ന് വെച്ചു, മറ്റേ കുട്ടി അവിടെ കിടക്കാനയക്കേണ്ട തിരക്കിയിട്ട് ബുദ്ധിമുട്ടായി, അങ്ങനെ കേസ് കേട്ടു. 3 കുട്ടികളെ പ്രസവിച്ചിട്ട് ഒരു കുട്ടിന്റെ പുറത്തൊക്കെ ഭയങ്കര മുറി, മറ്റേ കുട്ടി മാന്തിയതാണ്. അങ്ങനെ ഒരു ഇതവിടെ ഗർഭാശയം ഒരു മിനി സ്വർഗാണ്. ആ സ്വർഗത്തിൽ ഇങ്ങനെ താമസിക്കുമ്പോ ഉമ്മാക്കൊരു പ്രസവ വേദന വരും. ആ വേദന വന്നാൽ നമ്മൾ പുറത്തേക്ക് പോരേണ്ടി വരും. ഞാൻ പോരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എന്ന പോലെ ഖബറിനൊരു വേദന വരും, ഒരു പ്രസവ വേദന. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഖബറിനൊരു പ്രസവ വേദന വന്നു. പിന്നെ ഖബറിലൊക്കെ എഴുന്നേറ്റ് പുറത്തു വരും. ആ പുറത്തു വരുമ്പോൾ ഖബറിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. ഇനി എവിടേക്കാ പോവുക? മഹ്ശറേക്ക്. അതെവിടെ? വയനാട്ടുകാരും നമ്മളും കൂടി 2 കൂട്ടരും കൂടിയാണ്. ഇവിടെ വെളുമ്പത്തുകാരും ഉണ്ട്, വയനാട്ടുകാരും ഉണ്ട്. എവിടേക്കാ പോവുക? നമ്മൾ വയനാട്ടിലേക്ക് അങ്ങോട്ട് പോകുക, ഓലും ഇങ്ങോട്ട് വരും. അല്ല, ഖബറിന്ന് എഴുന്നേറ്റ് മഹ്ശറേക്ക് പോകണം. ഇനി മഹ്ശറേക്ക് പോകണം, ആരോടാ ചോദിക്കുക? ഞാനിപ്പോ നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ആ ഗൂഗിളിന്റെ മറ്റേതുണ്ട്, എന്താണ് പറയാ, ആ ലൊക്കേഷൻ ഇട്ടിട്ട് ഇങ്ങനെ വരലു തുടങ്ങി. അതിനിടയ്ക്ക് നമ്മളെ മജീദ് സാഹിബിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, അവിടെ ഇവിടെ അവിടെ ഇവിടെ. എന്നിട്ട് തന്നെ ഒരു സ്ഥലത്ത് വണ്ടി കുറച്ച് അങ്ങോട്ട് പോയി, പിന്നെ ഒന്ന് തിരിച്ചു വരേണ്ടി വന്നു. ഖബറിൽ നിന്ന് എഴുന്നേറ്റിട്ട് നിങ്ങൾ വെളുമ്പത്ത് ഇവിടെ ശ്മശാനം അല്ലെ, ഇവിടുത്തെ ഖബറിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റു. ഇവിടെ നിന്ന് 350 കിലോമീറ്റർ 300ഓളം കിലോമീറ്റർ അകലെ നിലമ്പൂരിൽ നിന്ന് ഞാനും ഖബറിൽ നിന്ന് നീച്ചു, അല്ലേ? വയനാട്ടിൽ നിന്ന് ഓരും പുറപ്പെട്ടു. എവിടേക്കാ പോവുക? അവിടെ നമ്മളെ ലൊക്കേഷൻ ഉണ്ടോ? അവിടെ ആരോടെങ്കിലും ചോദിക്കാനുണ്ടോ? അത് ചോദിച്ചിട്ട് ആരോട് ചോദിക്കാന്? അവിടെ ആരെങ്കിലും മുമ്പ് വന്നു പോയവരുണ്ടോ? ഈ ഒരു അവസ്ഥ നമ്മൾ ആലോചിക്കാം. അവിടെയാണ് അന്ത ശംസുൻ അന്ത ബദ്റു. ഏത് രാജ്യത്ത് നിന്ന് നേരം വെളുത്താലും, ഏത് രാജ്യത്ത് നേരം പുലർന്നാലും സൂര്യൻ ഇങ്ങനെ ഉദിച്ചാൽ, സൂര്യൻ ഇങ്ങനെ ഉദിച്ചു ഉയരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ? ഉണ്ട്. വയനാട്ടുകാർക്ക് കാണൂലേ? അമേരിക്കക്കാർക്ക് കാണൂലേ? ഓരോ നാട്ടിലും മുകളിൽ സൂര്യൻ ഉദിച്ചാൽ എല്ലാവർക്കും കാണാം. ഇതേപോലെ ഖബറാകുന്ന വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് നമ്മളിങ്ങനെയാണ് നോക്കുമ്പോൾ പോണ്ട സ്ഥലം എങ്ങോട്ടാണെന്നറിയാം? സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ മുത്തുനബിയുടെ പ്രകാശിക്കുന്ന മുഖം കാണാം. മുത്തുനബിയുടെ പ്രകാശിക്കുന്ന മുഖം കാണാം. ആ പ്രകാശിക്കുന്ന മുഖം കാണുന്ന ആ ഭാഗത്തേക്ക് അന്ത ശംസുൻ അന്ത ബദ്റു,
സൂര്യന്റെ പ്രകാശം പോലെ, 14-ാം രാവിന്റെ പ്രകാശം പോലെ ആ റസൂലുള്ളാഹിന്റെ മുഖം ഇങ്ങനെ കാണാം. ആ മുഖം കണ്ടിങ്ങനെ പോകുമ്പോ എങ്ങനെ വജ്ഹുകൽ വല്ലാഹു ഹുജ്ജതുന യൗമ യഅ്തിന്നാസു ബിൽ ഹുജജി സല്ലി റബ്ബൽ മുത്തുനബിന്റെ ആ പ്രകാശിക്കുന്ന മുഖം, ആ മുഖത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് ചെല്ലുക റസൂലുള്ളാഹിന്റെ അടുത്തേക്ക്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പക്ഷേ ആ മുഖത്തിന്റെ പ്രകാശം കാണാൻ ചില ആളുകൾക്ക് സാധിക്കുകയില്ല. അവരാരാണ്? എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഭാഗ്യമില്ലാത്തവർ, എന്റെ പേരിൽ സലാം ചൊല്ലാൻ ഭാഗ്യമില്ലാത്തവർ, എന്നെ മഹബത്ത് വെക്കാത്ത ആളുകൾ, അവർക്കതിന് സാധ്യമല്ല. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ മഹബത്ത് എന്ന് പറയുന്നത് മഹബത്തിൽ നിന്ന് ഉണ്ടാകുന്ന സ്വലാത്ത് സലാം. അല്ലാഹ് എന്താണ് സ്വലാത്ത് സലാം? അത് സലാമത്ത്, അത് സംരക്ഷണമാണ്. ആർക്ക് സംരക്ഷണം? സലാമത്തിനത് കാവലാണ്. ആർക്ക് കാവൽ? സലാമത്തിനത് രക്ഷയാണ്. ആർക്ക് രക്ഷ? ഒരു ദിവസം ഒരു സത്യവിശ്വാസി നിർബന്ധമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 5 നേരത്തെ നിസ്കാരം 17 റക്അത്ത്, അല്ലേ? 17 റക്അത്തിൽ എത്ര അത്തഹിയാത്തുണ്ട്? അതൊന്നും ഇപ്പൊ ഇനി നമ്മളാരും നോക്കിയിട്ടില്ലല്ലോ, അല്ലേ? പണ്ട് മദ്രസന്ന് മുഫത്തിഷ് വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, കുളിന്റെ 13ാമത്തെ ഫർള് ഏതാന്ന് ചോദിച്ചു. അപ്പൊ കുട്ടികളെ കൂട്ടത്തിൽ 2 കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ്, അതിന് പിന്നെ 13, 12 ഒന്നും നോക്കണം എന്ന മാതിരി നമ്മളൊക്കെ മുങ്ങാൻ തീരുമാനിച്ചില്ല, പഠിക്കാനുമാണ്. 17 റക്അത്ത് നിസ്കാരം കഴിയുമ്പോൾ 9 അത്തഹിയാത്തുണ്ട്. ആ 9 അത്തഹിയാത്തിൽ ഒരു മുസ്ലിം നിർബന്ധമായി അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ആ സലാം എന്താണ്? സലാമത്ത്. ആർക്ക് സലാമത്ത്? ആർക്ക് സലാമത്ത്? 17 റക്അത്ത് ഫർളിൽ 9 അത്തഹിയാത്ത്. ഫർള് നിസ്കാരത്തെ പോലെ തന്നെ 17 സുന്നത്ത് നിസ്കരിക്കാം, അതിലും ഒരു 9 അത്തഹിയാത്ത്, അല്ലേ? അതിലൊക്കെ നമ്മൾ എന്ത് പറയാണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അത് സലാമാണ്. മുത്ത് നബിയുടെ ആ സലാത്തിനെ, സലാമിനെ നമ്മൾ ഇങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ സലാമത്തുൽ നഫ്സ് നമ്മുടെ ശരീരത്തിന്റെ രക്ഷയാണ്. സലാമത്തുൽ മാൽ നമ്മുടെ സമ്പത്തിന് രക്ഷയാണ്. സലാമത്തുൽ ഇയാൽ നമ്മുടെ കുടുംബത്തിന് സംരക്ഷണമാണ്. സലാമത്തുൽ ഇർള് നമ്മുടെ മാനാഭിമാനത്തിന് സംരക്ഷണമാണ്. സലാമത്തുൽ ഖബർ നമുക്ക് ഖബറിൽ നിന്ന് രക്ഷയാണ്. സലാമത്തും മിനൽ ഫിതൻ ഭൂമിയിലുള്ള എല്ലാ ഫിത്തനയിൽ നിന്നും നമുക്ക് കാവലാണ്. സലാമത്തുൽ ഖിയാമ അന്ത്യദിനത്തിലേക്ക് കാവലാണ്. അതുകൊണ്ട് സ്വലാത്ത് സലാം അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് അല്ലാഹു തആല ശരീരത്തിന്, സമ്പത്തിന്, അഭിമാനത്തിന്, കുടുംബത്തിന്, അല്ലാഹു റബ്ബി എല്ലാ സിഹ്ർ കണ്ണേറിന് അതൊക്കെ സലാമത്ത് ലഭിക്കാൻ യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും സ്വലാത്ത് സലാമിനെ കൂട്ടിക്കൊണ്ടേയിരിക്കണം. ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിനോട് നബി തങ്ങൾക്കുള്ള കൃപ, അതാണല്ലോ റഹ്മത്ത്. എന്താണ് കൃപ? ഭൂമിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ 3 കാര്യമാണ്. 1, താമസിക്കാൻ അവരവർക്ക് യോജിച്ച ഒരു വീട്. എല്ലാവർക്കും ഒരു വീടല്ലല്ലോ. ചില ആളുകൾക്ക് എന്ത് മതിയാകും? ഒരു ബെഡ്റൂമും ഒരു കിച്ചണും ഒരു ചെറിയൊരു ഡൈനിങ് ഹാളൊക്കെ, ചെറിയ വീട് മതി അയാൾക്കനുസരിച്ച്. അതിന്റെ മുകളിൽ ആൾക്ക് കുറച്ചുകൂടി വേണ്ടി വരും. നല്ലൊരു അറിയപ്പെടുന്ന ഒരുപാട് ആളുകളൊക്കെ, വിരുന്നുകാരൊക്കെ വരാനുള്ള ആൾക്ക് അയാൾക്കനുസരിച്ച് വീട് വേണ്ടി വരും. താമസിക്കാൻ ഒരു വീട്, താമസിക്കാൻ ഒരു വീട് അത് ഭൂമിയിൽ ഒരു ആവശ്യമാണ്. 2, മനസ്സിനിണങ്ങിയ ഒരു ഭാര്യ. ഏതെങ്കിലും ഭാര്യയും ഭർത്താവുമായിട്ട് കാര്യമല്ല. നമ്മുടെ നാട്ടിലെ ജുമാഅത്ത് പള്ളിയിൽ നിന്ന് ഉസ്താദ് വഅദ് പറഞ്ഞു. ഇതിന്റെ പേരെന്താ? ഇപ്പൊ എന്താ പേര്? ഇപ്പൊ വെള്ളം എന്നുള്ള പേര് പോയി, പാല് എന്നുള്ള പേര് പോയി, ഇപ്പൊ എന്താ പേര്? ചായ എന്ന പോലെ. നേരത്തെ ഈ പെണ്ണ് അവള് പെങ്ങൾ, അല്ലെ? അവള് മകൾ, അവള് അമ്മായി, അവള് ഇത്താത്ത ഒക്കെ ആയിരുന്നു. ഇപ്പൊ അവൾ ആരാണ്? ഇപ്പൊ ഇവള് ഭാര്യ, അല്ലെ? ആ പെങ്ങള്, ആ അനുജത്തി, ആ ജ്യേഷ്ഠത്തി, അതൊക്കെ കൂടെ കൂടിയിട്ട് ഇപ്പൊ എന്തായി പേര്? ഇപ്പൊ സഹധർമ്മിണി, ഭാര്യ. ഇനി എന്നും ചായയാണ്, അല്ലെ? ഒക്കെ കൂട്ടിക്കൊച്ച എന്നും ചായ എന്ന പോലെ ഇനി എന്നും അവൾ ആരാണ്? ഭാര്യയാണ്. ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തെ ഖുർആൻ കൊണ്ട് കൂട്ടി യോജിപ്പിച്ചു. ഖുർആൻ കൊണ്ട്. ഏതാണത്? ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഹവ്വാ റളിയല്ലാഹു അൻഹയെ ഇണയായി സ്വീകരിച്ചു, അല്ലേ?
ഇണയായി സ്വീകരിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് കാണാം മൂസാ നബി അലൈഹിസ്സലാം അവരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ശുഐബ് നബി അലൈഹിസ്സലാം തന്റെ മകളെ. അവിടെ ഖുർആൻ പറയുന്നുണ്ട് ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബനതൈ ഹാതൈൻ, എന്റെ രണ്ട് പെൺമക്കളിൽ ഒരാളെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരാം. അവിടെ ഖുർആൻ പറഞ്ഞത് നിക്കാഹ് എന്നാണ്. അതേ സമയത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറൻ സവ്വജ്നാകഹ, നബി തങ്ങളെ വിവാഹത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് സവ്വജ. അപ്പോൾ ഖുർആൻ രണ്ട് പദം, ഒന്ന് നിക്കാഹ് ഒന്ന് സിവാജ്, അത് ചേർത്തുകൊണ്ടാണ് നമ്മളെ ആലിമീങ്ങളൊക്കെ നമ്മളെ മോനും മറ്റൊരു കുടുംബത്തിലെ മോളും നമ്മളെ മോളും മറ്റൊരു കുടുംബത്തിലെ മോനും അവരെ ഒരു ദിവസത്തേക്കല്ല, ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കല്ല, ദുനിയാവിൽ മുഴുവനും നാളെ കാലാകാലം താമസിക്കാനുള്ള സ്വർഗത്തിലേക്കുമുള്ള മനസ്സും ഇണ ചേർത്തുകൊണ്ട് ഖുർആനിലെ രണ്ട് ആയത്ത് അത് ബർക്കത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും കാണാതെ കിട്ടുക അല്ലേ? സന്തോഷമുള്ള ഒരു പദമാണ്. എന്റെ കൂടെ ഒരാൾ ഓതി പഠിച്ചു, പിന്നെ ഓത്തൊക്കെ നിർത്തി. ഇപ്പൊ അവനെ കണ്ടപ്പോ പറ്റ മോശമായി. അപ്പൊ ഞാൻ ചോദിച്ചു അവനോട്, അല്ല മോനെ നമ്മളൊക്കെ ഒരുമിച്ച് പഠിച്ചതല്ലേ, നീ കിതാബ് ഓതിയ ആളല്ലേ? അപ്പൊ അവൻ പറഞ്ഞു, ഉസ്താദെ ഓതിയതൊക്കെ മറന്നുപോയി, മുഴുവൻ മറന്നു. അത് മാത്രമേ ഓർമ്മയുള്ളൂ. അതെല്ലാവർക്കും ഓർമ്മ ഉണ്ടാകുന്ന കാര്യമാണ്. ആ ഇണ ചേർത്തു അല്ലെ? ആ ഇണ ചേർത്ത ജീവിതം എങ്ങനെയായിരിക്കണം? അല്ലാഹു റബ്ബി, ഭൂമിയിൽ ഇണകളായി ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും എങ്ങനെയായിരിക്കണം? ഭർത്താവിന് കൊടുക്കേണ്ട ബഹുമാനം, പുതിയാപ്പിളക്ക് കൊടുക്കേണ്ട ബഹുമാനം, പുതിയണ്ണിന് കൊടുക്കേണ്ട സ്നേഹം, പെണ്ണിന് ഇങ്ങോട്ട് കിട്ടേണ്ടത് സ്നേഹമാണ്, ആണിന് അങ്ങോട്ട് കിട്ടേണ്ടത് ബഹുമാനമാണ് അല്ലേ? അല്ലാഹു റബ്ബി, ബഹുമാനം കൊടുത്ത് സ്നേഹം വാങ്ങാം, സ്നേഹം കൊടുത്ത് ബഹുമാനം വാങ്ങാം. ഓരോ സാധനത്തിന് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള സാധനം കൊടുക്കണം അല്ലേ? ഇവിടെ നരി അടങ്ങിയെന്ന് പത്രത്തിൽ വാർത്ത ഉണ്ട്. നരിനെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൂട്ടിലൊരു ആടുംകൂട്ടിനെ വെച്ചു കൊടുക്കണം. ഒരാട്ടിൻകുട്ടിനെ അവിടെ വെച്ചു കൊടുത്താൽ ആട്ടിനെ പിടിക്കാൻ ആര് വരും? നരി വരും. അല്ലാഹു റബ്ബി, കുർക്കനെ പിടിക്കണം, ഒരു കോയിനെ കാണിച്ചു കൊടുക്കണം. അതാ പണ്ട് കാരണന്മാര് പറഞ്ഞത്, ചെവിയിൽ വെള്ളം പോയത് ഇങ്ങോട്ട് കിട്ടണോ, കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടി വയ്ക്കാൻ ബഹീൽത്തരം കാട്ടി നിന്നാൽ അവന് കിട്ടലുണ്ടാവില്ല. അപ്പോ കുറച്ചങ്ങോട്ട് കൊടുത്ത് ബഹുമാനം കൊടുത്താൽ സ്നേഹം കിട്ടും, സ്നേഹം കൊടുത്താൽ ബഹുമാനം കിട്ടും. ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി, ഭർത്താവിന് ബഹുമാനമില്ലാത്ത ഭാര്യ, അവൾക്ക് സ്നേഹം കിട്ടൂല. ഭാര്യയെ സ്നേഹിക്കാത്ത ഭർത്താവ്, അയാൾക്ക് ബഹുമാനം കിട്ടൂല, അനുസരണവും കിട്ടൂല. ഏതും അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങണം. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്ന രീതി, അതാണ് ദീൻ പഠിപ്പിക്കുന്ന രീതി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ കുടുംബ ജീവിതത്തിൽ നമുക്ക് കാണാം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്തത് 9ാമത്തെ വയസ്സിൽ വീട് കൂടി താമസമായല്ലോ. അന്ന് മുതൽക്ക് റസൂലുള്ളാഹിന്റെ കൂടെ ഏകദേശം 10 വർഷം ജീവിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് ലോകാവസാനം വരെ വരാനിരിക്കുന്ന ഒരു പെണ്ണിന്റെ സ്വകാര്യ ജീവിതം, അവൾക്കുണ്ടാകുന്ന മാസാന്തരം ഉണ്ടാകുന്ന ശരീരത്തിന്റെ പ്രകൃതി അനുസരിച്ച് അവളെ പീരിയഡിൻ്റെത്, പ്രസവത്തിൻ്റെത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു പെണ്ണ് മകളാകുമ്പോൾ, ഒരു പെണ്ണ് പെങ്ങളാകുമ്പോൾ, ഒരു പെണ്ണ് സഹധർമ്മിണിയാകുമ്പോൾ, ഒരു പെണ്ണ് ഉമ്മയാകുമ്പോൾ, ഒരു പെണ്ണ് ഉമ്മാമയാകുമ്പോൾ, ഒരു സ്ത്രീ കുടുംബത്തിലാകുമ്പോൾ, വീട്ടിലാകുമ്പോൾ, മണിയറയിലാകുമ്പോൾ, ഒരു പെണ്ണ് ഹജ്ജ് യാത്രയിലാകുമ്പോൾ, ഒരു പെണ്ണ് ഡോക്ടറെ സമീപിക്കേണ്ടി വരുമ്പോൾ, ഒരു പെൺകുട്ടിക്ക് അനന്തരാവകാശം കിട്ടാൻ, അനന്തരാവകാശത്തിന് ആ പെണ്ണ് മകളാകുമ്പോൾ, ആ പെണ്ണ് ഭാര്യയാകുമ്പോൾ, ആ പെണ്ണ് പെങ്ങളാകുമ്പോൾ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ആ സ്ത്രീ ലോകത്തിന് അവകാശപ്പെട്ടതെല്ലാം സംരക്ഷിക്കപ്പെടുന്നതിന്റെ കാര്യങ്ങൾ പൂർണ്ണമായും പഠിച്ചെടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ നിന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീവിയുടെ ബുദ്ധി എങ്ങനെയാണ്? ആയിഷ ബീവിയുടെ ബുദ്ധി അൽ ഇൽമുൽ അസീസ്, ഖണ്ഡിതമായ തീരുമാനം. പഠിച്ചതൊന്നും ആയിഷ മറന്നിട്ടില്ല. ആ ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാരെ നബി തങ്ങൾ എങ്ങനെയാണ് അഭിസംബോധന? ആയിഷു എന്നാ റസൂലുള്ളാഹി വിളിക്കുക, ഖദീജോ എന്നാണ് റസൂലുള്ളാഹി വിളിക്കുക. ഓർത്തു നോക്കൂ നിങ്ങൾ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി ഒട്ടകത്തിന്റെ പാല് കറന്നു, എന്നിട്ട് ആയിഷ ബീബിക്ക് കുടിക്കാൻ കൊടുത്തു. ഒരു ഗ്ലാസ് കുടിച്ചു. ആയിഷ ബീബി കുടിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഗ്ലാസ് വാങ്ങി വീണ്ടും പോയി ഒരു ഗ്ലാസ് എടുത്തു. റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീബിക്ക് കൊടുത്തു.
രണ്ടാമത് കുടിച്ചു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. മൂന്നാമത്തെ ക്ലാസ് കൊടുത്തപ്പോൾ പകുതി കുടിച്ചിട്ട് റസൂലുള്ളാഹിക്ക് തിരിച്ചു കൊടുത്തു. നബി തങ്ങൾ ആ ഗ്ലാസ് വാങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചു. എന്തിന്? ആയിഷ ബീബി ചുണ്ട് വെച്ച സ്ഥലത്ത് ചുണ്ട് വെക്കാൻ. 63 എത്തി നിൽക്കുമ്പോഴും നബിതങ്ങൾ ഭാര്യമാർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം, നബിതങ്ങൾക്ക് ഭാര്യമാർക്ക് കൊടുത്തിരിക്കുന്ന ബഹുമാനം, ഇതാണ് മുസ്ലിം ലോകം സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഇണജീവിതം നയിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നമ്മൾ എപ്പോഴും മറ്റൊരാളെ സന്തോഷിപ്പിക്കണം. ഒരു സംഭവം ഹദീസിൽ കാണുന്നു. എന്താണത്? നബിതങ്ങൾ അടുക്കലേക്ക് ഒരു പാവപ്പെട്ട സ്വഹാബി വന്നു. പാവപ്പെട്ട സ്വഹാബി എന്ന് പറഞ്ഞാൽ അയാളെ രീതി എന്താണെന്നറിയോ? അയാളെ താമസിക്കുന്ന ചെറിയ പറമ്പ്, അവിടെ കുറച്ച് മുന്തിരിവള്ളി അതിൽ കായ് ഉണ്ടാകുമ്പോ ആ മുന്തിരി പറിച്ചിട്ട് അത് അങ്ങാടി കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് അങ്ങനെ ഞെരുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. ഈ വർഷത്തെ മുന്തിരി കായ്ച്ചപ്പോ ആദ്യത്തെ 10 കായ് മുന്തിരി പറിച്ചു. സ്വഹാബാക്കൾക്ക് അങ്ങനെ ഒരു പതിവുണ്ട്. മദീന പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന എല്ലാവരും ഒട്ടകം പ്രസവിച്ചാൽ ആദ്യത്തെ പാല് കറന്നിട്ട് മദീനത്തെ പള്ളിയിൽ കൊണ്ടുപോയി. ഇവിടെ ഇപ്പൊ വെളുമ്പത്തെ മക്കാമില് എത്രയോ ആളുകൾ അരി കൊടുത്തു, എത്ര ആളുകൾ മാംസം കൊടുത്തു. ഇവിടെ എത്ര ചാക്ക് അരിയാ വേണ്ടത്? 500 ചാക്ക് 400 ചാക്കൊക്കെ ഭക്ഷണം വെക്കാൻ ഇവിടെ കിട്ടുന്നത്. അല്ലാഹു റബ്ബി, ഇവർ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെ? അരിച്ചാക്ക് ഇങ്ങനെ വരികയാണ്, ധാരാളം മടവൂരിൽ അരിച്ചാക്ക് വരികയാണ്, കുണ്ടൂർ ഉസ്താദിന്റെ അവിടെ അരിച്ചാക്ക് വരികയാണ്, മമ്പറത്ത് വരികയാണ്. ഓർത്തു നോക്കൂ നിങ്ങൾ, അതൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആറുകളാണ്. ആ മഹാന്മാരൊക്കെ ഇങ്ങനെ വരിക. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് പാല് കൊടുത്താൽ ഇതേപോലെ പാല് പോലത്തെ സാധനം ഏത് വന്നാലും നബിതങ്ങൾ എന്ത് ചെയ്യും? നബിതങ്ങൾ അതിന് ഒരൽപ്പെടുത്ത് കുടിക്കും, അല്ലെങ്കിൽ ഒരൽപ്പെടുത്ത് കഴിക്കും, പിന്നെ സ്വഹാബാക്കൾക്കൊക്കെ കൊടുക്കും. ഇങ്ങനെയാണ് പതിവ്. നമ്മൾ ആലിമീങ്ങളും സയ്യിദന്മാരൊക്കെ കണ്ടിട്ടില്ലേ? എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. അത് പരിചയമുള്ളവരൊക്കെ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കും. പരിചയമുള്ളവരെന്താവും? കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കും. അങ്ങനെയാണല്ലോ. പഴയ കാലത്ത് വീട്ടിലെ പുതിയാപ്പള വന്നു, അന്നാണ് പപ്പടം പൊരിച്ചത്. ആകെ 3 പപ്പടാണ്. അപ്പൊ ചെറിയ കുട്ടികളെങ്ങനെ നോക്കി നിന്നു. ഒന്ന് പുതിയാപ്പഴം എടുത്തപ്പോ കുട്ടിയേക്ക്, മറ്റേത് 2 ഞമ്മക്കായിരിക്കും എന്ന് വിചാരിച്ചു. പുതിയാപ്പഴം 2ാമത്തെ കൊടുത്തു. പുതിയാപ്പളം 3ാമത്തത് എടുത്തപ്പോ കുട്ടികളെ വെച്ചു, അത് എടുക്കാണോ പുതിയാപ്പളം എന്ന് വെച്ചു. കുട്ടികളാകുമ്പോൾ ഒരു ചോദിക്കും, എന്ന മാതിരി ഉണ്ടാവും. ചില ഉസ്താദുമാര് വെള്ളം കുടിക്കുമ്പോ ഒരു അല്പം കിട്ടിയാൽ കുടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിക്കുന്നുണ്ടാകും, സയ്യിദിന്റെ ബാക്കി കുടിക്കാൻ, സ്വാലിഹീങ്ങളെ ബാക്കി കുടിക്കാൻ. ഇതൊക്കെ പണ്ടേ ദീനിലുള്ളതാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? കിട്ടിയത് കുറച്ചെടുത്തിട്ട് ബാക്കി എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കും. ഈ മുന്തിരി കൊണ്ടുവന്നപ്പോ കുറച്ച് മുന്തിരി ഒരു പാത്രത്തിൽ അതിങ്ങനെ പൊതിഞ്ഞ് മട്ടത്ത് കൊണ്ടുവന്നതാണ് ഹദിയായിട്ട്. റസൂലുള്ളാഹി കെട്ട് കഴിച്ചിട്ട് ഇങ്ങനെ നോക്കാം, മുന്തിരിയാണ്. നബി തങ്ങൾ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ആ കൊണ്ടുവന്ന ആളെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അയാൾക്ക് വല്ലാത്ത സന്തോഷം. അല്ലാഹ്, വേറെ ഒരാളെ നമ്മൾ സുഖിപ്പിക്കണം, സന്തോഷിപ്പിക്കണം. അയാളെ മുഖത്തേക്ക് ഒന്ന് ചിരിച്ചു. അയാൾ വല്ലാത്ത സന്തോഷത്തിൽ തിരിച്ചു ചിരിച്ചു. നബിതങ്ങൾ ഒന്ന് കഴിച്ചിങ്ങാണ്ട് റസൂലുള്ളാഹി ഒന്നും കൂടി ചിരിച്ചു. അൽഹംദുലില്ലാഹ്, ഇഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥത്തിന്. അപ്പോ 2ാമത്തത് എടുത്തപ്പോ സ്വഹാബാക്കൾ വിചാരിച്ചു അത് എനിക്കായിരിക്കും. സാധാരണ പതിവ് അങ്ങനെയാണല്ലോ. അപ്പൊ 2ാമത്തെ എടുത്തിട്ട് റസൂലുള്ളാഹി അതും കഴിച്ചു. നോക്കിക്കണ പോലെ നിൽക്കാൻ. 3ാമത്തെ റസൂലുള്ളാഹി എടുത്തപ്പോ സ്വഹാബാക്കൾ ആക്കി ഇത് ഞമ്മക്കായിരിക്കും, അതും റസൂലുള്ളാഹി കഴിച്ചു. അങ്ങനെ ഓരോന്നായി കഴിച്ച് റസൂലുള്ളാഹി അയാളെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും, അയാൾ ഇങ്ങോട്ടും ചിരിക്കും. നബിതങ്ങൾ അയാളെ നല്ലോണം സന്തോഷിപ്പിച്ചു. ആ മുന്തിരി കുറച്ചുള്ളത് നബിതങ്ങൾ ഒറ്റക്ക് കഴിച്ച് പാത്രം തിരിച്ചു കൊടുത്തിട്ട് അയാൾ പോയി, നല്ല റാഹത്തിൽ പോയി. അപ്പൊ സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ എന്തിങ്ങനെ? എന്തേ? ഞങ്ങൾ വിചാരിച്ചത് പതിവ് പോലെ ഒന്ന് തങ്ങളെടുത്താൽ ബാക്കി ഞങ്ങൾക്കൊക്കെ തരൂന്നാണ്. ഞങ്ങൾക്ക് തങ്ങൾ തന്നില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പാവപ്പെട്ട മനുഷ്യന്റെ മുന്തിരി നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹം അത് എത്ര സന്തോഷത്തിൽ കൊണ്ടുവന്നതാണ്. ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് വായിലിട്ടപ്പോൾ അത് വല്ലാത്ത കയ്പാണ്. ആ മുന്തിരി പാകമായിട്ടില്ല, അത് വല്ലാത്ത കയ്പ് അനുഭവപ്പെട്ടു. പക്ഷെ ആ കൊണ്ടുവന്ന മനുഷ്യൻ അത്ര സന്തോഷത്തിൽ കൊണ്ടുവന്നതാണ്. അയാളെ വേദനിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട് ഞാൻ ആ മുന്തിരി വായിലിട്ടിട്ട് അയാളോട് ചിരിച്ചപ്പോൾ അയാൾക്ക് വല്ലാത്ത സന്തോഷമായി. 2ാമത്തത് ഞാൻ എടുത്ത് കഴിച്ചു, അതും വല്ലാത്ത കയ്പാണ്. അയാൾക്ക് വിഷമം തോന്നണ്ട, ഞാൻ തന്നെ കഴിച്ചു. നിങ്ങൾക്കെങ്ങാനും അതിൽ നിന്ന് ഒന്ന് തന്നാൽ
ആ മുന്തിരി നിങ്ങൾക്ക് തന്ന അപ്പൊ തന്നെ നിങ്ങൾ കഴിച്ചിട്ട് ഇതാ കൊണ്ടുവന്ന്. അപ്പൊ സാധു മനുഷ്യന്റെ മനസ്സ് വേദനിക്കും. നമ്മുടെ കാരണത്താൽ അയാൾ വേദനിക്കരുതേ എന്ന് മനസ്സിലാക്കിയിട്ട് ആ കയ്പ് രുചിയുള്ള മുന്തിരി മുഴുവനും ഞാൻ തന്നെ കഴിച്ചതാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ ചിലപ്പം ഭക്ഷണത്തിൽ ചിലപ്പോ കറിയുന്ന ഒരു മുടി കിട്ടിയെന്ന് വരും. ചില പോയത്തക്കാരുണ്ട്, ഒരു മുടി കിട്ടി അതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് കഴിക്കല്ലേ കഴിക്കല്ലേ മുടിയുണ്ട് ഓനൊക്കെ ഒരൊറ്റ അടി അടിച്ചാലുണ്ടല്ലോ പിന്നെ ജീവൻ ഉണ്ടായത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. ഒരു ഉമ്മ മനഃപൂർവ്വം ഒരു മുടി എടുത്തിട്ട് ഇടൂല. അബദ്ധത്തിൽ വീണുപോയതിനെ നമ്മൾ എന്ത് ചെയ്യണം? മറച്ചു വെക്കണം. റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കലും തന്റെ നാവുകൊണ്ട് ഒരാളെയും, ഒരു സാധനത്തെയും, ഒരു ചെടി, ഒരു മരം, ഒരു ജീവി, അതേപോലെ തന്നെ ഒരു മനുഷ്യൻ, ഒരു ഭക്ഷണം, നബി തങ്ങളെ നാവുകൊണ്ട് ഒരാളെയും ആക്ഷേപിച്ചിട്ടില്ല. നമ്മുടെ നാവ് ആക്ഷേപത്തിന് ഉപയോഗിക്കരുത്. അതേപോലെ നമ്മുടെ ശരീരം ഒരാളെയും അവഗണിക്കരുത്. നമുക്കുണ്ടല്ലോ, കണ്ടാ കണ്ടില്ല എന്ന് വെക്കണം. ഒരിക്കലും ഒരാളെ അവഗണിക്കരുത്. നബിതങ്ങൾ ചേർത്ത് പിടിക്കുക, നബിതങ്ങൾ പരിഗണിക്കുക, നബിതങ്ങൾ വേണ്ട പോലെ സന്തോഷം കൊടുക്കുക. അതാണ് റസൂലുള്ളാഹിന്റെ റഹ്മത്ത്. അതുകൊണ്ട് മുത്തുമിനുകളെ, ഭാര്യക്ക് സന്തോഷം കൊടുക്കുക, ഭർത്താവിന് സന്തോഷം കൊടുക്കുക. മനസ്സിനിണങ്ങിയ ഭാര്യ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്താണ്. മനസ്സിനാണെങ്കിൽ ഒരു വീട് ഭൂമിയിലെ സ്വർഗമാണ്. ഇനി ഭൂമിയിൽ നമുക്ക് ആവശ്യപ്പെട്ട മറ്റൊന്നേതാണ്? യാത്ര ചെയ്യാൻ ഒരു വാഹനം. യാത്ര ചെയ്യാൻ ഒരു വാഹനം. അൽഹംദുലില്ലാഹ്, മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കണം, നാം നല്ല പോലെ അന്തസ്സും അഭിമാനത്തോടു കൂടെ ജീവിക്കണം. നമ്മൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് മൗലിദ് കിതാബിലൊക്കെ കാണാൻ നമുക്ക് വിശദീകരണം. അന്ത ഇക്സീറും വഗാലി അന്ത മിസ്ബാഹു സുദൂരി. എന്താണ് ഇക്സീറും വഗാലി എന്ന് പറഞ്ഞാൽ? നബി തങ്ങൾ താഴ്ന്നതിനെ മുന്തിയതാക്കുന്ന ആളാണ്. നബി തങ്ങൾ അധപ്പതിച്ചതിനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന ആളാണ്. നബിതങ്ങൾ മോശപ്പെട്ടതിന് അഭിവൃദ്ധി നൽകുന്ന ആളാണ്. നബിതങ്ങൾ എരപ്പനെ മാന്യനാക്കുന്ന ആളാണ്. അതാണ് ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നാം ഒരിക്കലും ഒരാളെ താഴ്ത്തേണ്ടതല്ല, നാം ഒരിക്കലും ഒരാളെ പരിഹസിക്കേണ്ടതല്ല. അല്ലാഹുവിന്റെ റസൂല് അഭിമാനം, അന്തസ്സ്, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ അഭിമാനത്തിൽ ഏറ്റവും അന്തസ്സ്. അന്ത ഇക്സീറും വഗാലി. നബിയെ തങ്ങൾ ആരാണ്? ഇക്സീർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇരുമ്പ് ചെമ്പാക്കാണ്. ഇക്സീർ എന്ന് പറഞ്ഞാൽ എന്താ? ചെമ്പ് പൊന്നാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നമ്മെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? ഈ ഉമ്മത്തിന്റെ അഭിവൃദ്ധി, ഈ ഉമ്മത്തിന്റെ പുരോഗതി, നാം ആരോഗ്യപരമായ പുരോഗതി, സാമ്പത്തികമായ പുരോഗതി, നമ്മുടെ കുടുംബപരമായ പുരോഗതി, എല്ലാറ്റിലും ഞാൻ നീട്ടി പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ദീന് നമ്മുടെ വീട്ടിലും, നമ്മുടെ നാട്ടിലും, നമ്മുടെ കുടുംബത്തിലും എല്ലാം ഉണ്ടാവണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വെളുമ്പത്തെ മക്കാമിന്റെ ഈ ഉറൂസിലേക്ക് എത്തിച്ചേർന്ന ആയിരക്കണക്കായ ഉമ്മപങ്കന്മാരുണ്ട്. അൽഹംദുലില്ലാഹ്, ആ ഉമ്മപങ്കന്മാരുടെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളെ കണ്ടു, മറ്റ് സഹോദര സമുദായത്തിലെ ആളുകളെ കണ്ടു. എല്ലാവരും മനസ്സിലാക്കണം, സ്ത്രീയും പുരുഷനും നമ്മൾ സന്തോഷത്തിൽ, സ്നേഹത്തിൽ, നല്ല ഐക്യത്തിൽ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ ഒരു നാട്ടിൽ സമാധാനം ഉണ്ടാകും, ഒരു നാട്ടിൽ സാഹോദര്യം ഉണ്ടാകും, ഒരു നാട്ടിൽ സ്നേഹമുണ്ടാകും. ഇവിടെ ഈ മക്കാമിൽ പാകം ചെയ്യുന്ന ഭക്ഷണം, ആ ഭക്ഷണം വിതരണം ചെയ്യുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം ഭക്ഷണം. സാധു, മുതലാളി, സരോജിനി, സാവിത്രി, ജോസഫ്, കുമാരൻ, അബൂബക്കർ, മുഹമ്മദ് അലി, മതത്തിന്റെ വ്യത്യാസം നോക്കാതെ മനുഷ്യർക്ക് കൊടുക്കണം. കാക്കകൾക്കും പട്ടികൾക്കും പക്ഷികൾക്കും ഇഴജന്തുക്കൾക്കും എല്ലാം ഈ ഉറൂസിൽ ഭക്ഷണമുണ്ട് എന്ന പോലെ ഈ നാട്ടിൽ പിറന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഈ വഴിക്ക് യാത്ര ചെയ്തു പോകുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്. ഇവിടെ നമ്മെ സഹായിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവര് നമുക്ക് കൂടി ഒപ്പം നിന്നുകൊണ്ട് ഉറക്കൊഴിയുകയാണ്, നമുക്ക് വേണ്ടി വിയർക്കുകയാണ്. അവർക്ക് ഭക്ഷണമുണ്ട്. ഈ വഴിക്ക് വരുന്ന വിരുന്നുകാർ, അവർക്ക് ഭക്ഷണമുണ്ട്. ഒരു പാത്രത്തിൽ പാകം ചെയ്ത ഭക്ഷണം ഒരു നാട്ടിലുള്ള മുഴുവൻ ജീവജാലങ്ങളും, മുഴുവൻ മനുഷ്യരും എല്ലാം ഭക്ഷിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഐക്യമുണ്ട്, അവിടെ ഉണ്ടാകുന്ന ഒരു സാഹോദര്യമുണ്ട്, അവിടെ ഉണ്ടാകുന്ന ഒരു മാനസിക പൊരുത്തമുണ്ട്. അതാണ് ഉറൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടുത്തെ നമ്മളെ കമ്മിറ്റി പ്രസിഡന്റ് അലി ഹാജി അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഈ കൂട്ടായ്മയുടെ വിജയം അത് വളരെ വലുതാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൃദയം അള്ളാഹു തആല എല്ലാറ്റിനെയും സ്വീകരിക്കാൻ, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ, അലം നശ്റഹ് ലക സദ്റക്, നബിയെ തങ്ങളുടെ ഹൃദയം നാം വിശാലമാക്കിയില്ലേ? നബി തങ്ങളുടെ ഹൃദയത്തിൽ ശത്രുവും മിത്രവും ഇല്ല. നബി തങ്ങളുടെ ഹൃദയത്തിൽ കറുത്തവനും വെളുത്തവനുമില്ല. നബി തങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു റബ്ബി, കാക്കയും പൂച്ചയും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അല്ലാഹു റബ്ബി, അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ ഒരു ചെടി നട്ടുപിടിപ്പിക്കലല്ലാതെ അതിനെ നശിപ്പിക്കരുത്. ഒരു മരം മുറിക്കുന്ന സമയത്ത് മറ്റൊരു മരം നട്ടിട്ട് വേണം മുറിപ്പിക്കാൻ. അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്ന റസൂലുള്ളാഹിയാണ്. അങ്ങനെ ഇവിടുത്തെ പരിസ്ഥിതിയോട്, ഇവിടുത്തെ ആരോഗ്യ സംരക്ഷണത്തോട്, ഇവിടുത്തെ സാമ്പത്തിക അഭിവൃദ്ധിയോട് എല്ലാറ്റിന്റെയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന മുത്ത് റസൂലുള്ളാഹ് റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹം, റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യം. ആ കാരുണ്യത്തെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാനാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാൻ റഹീം രണ്ട് പ്രാവശ്യം, അർ-റഹ്മാൻ റഹീം, റഹ്മാൻ റഹീം രണ്ട് പ്രാവശ്യം, ഒരു റക്അത്തിൽ 4 പ്രാവശ്യം. 17 4 എത്രയായി? ഇങ്ങോട്ട് കിട്ടാനുള്ളതാണ്, കൊടുക്കാനുള്ളത് കൂട്ടുമ്പോഴല്ലേ ബേജാറാകേണ്ടതുള്ളൂ അല്ലേ? ഒന്ന് ഓർത്തു നോക്കണം, ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യമാണ് അല്ലാഹ് റഹ്മാൻ റഹീം, കരുണക്കടലായ അല്ലാഹ്, കരുണാവാരിധിയായ അല്ലാഹ്, അങ്ങനെ നമ്മൾ ദയാലുവായ അല്ലാഹ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനായ അല്ലാഹ്. ഈ പരിശുദ്ധമായ സഭ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ആലിമീങ്ങൾക്കൊപ്പം, സയ്യിദന്മാർക്കൊപ്പം, സ്വാലിഹീങ്ങൾക്കൊപ്പം, മഹാന്മാരുടെ ചാരത്തിരിക്കാൻ ഭാഗ്യം ലഭിച്ച ഞങ്ങൾക്കെല്ലാം നാളെ ആഖിറത്തിൽ അവരോടൊപ്പം ചേരാൻ കുടുംബസമേതം ഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, ഭാഗ്യം നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ ഐബത്തരത്തിലാക്കരുതേ അല്ലാഹ്. ഒരുപാട് ഉമ്മപങ്കന്മാരെ കണ്ടു, അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കള് കുടുംബത്തെ കൊണ്ട് ഞങ്ങൾക്കും ഞങ്ങളെ കൊണ്ട് അവർക്കും നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളെ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഞങ്ങളെ ദീനിന്റെ കാര്യങ്ങൾ, ഉസ്താദുമാരുടെ ഭക്ഷണം, അല്ലാഹ് എല്ലാ മഹല്ലത്തിലും പള്ളി മദ്രസകളൊക്കെ നിലനിർത്തുന്നതിൽ, ദർസ് കോളേജുകളൊക്കെ നിലനിർത്തുന്നതിൽ ഉമ്മപങ്കന്മാരുടെ പങ്ക് വളരെ വലുതാണ്. എല്ലാ നാട്ടിലും നമുക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന, നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന, നമ്മുടെ കുട്ടികളെ മദ്രസ നോക്കുന്ന വല്ലാത്ത സേവനമാണ് ഉമ്മമാർ വീട്ടിന്റെ അകത്തളങ്ങളിൽ ചെയ്യുന്നത്. അല്ലാഹ്, ഈ ഉമ്മപങ്കന്മാർക്കെല്ലാം ഖൈർ നൽകണേ അല്ലാഹ്. പഠിക്കുന്ന ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് ഉന്നത വിജയം നൽകണേ അല്ലാഹ്, ഉന്നത വിജയം നൽകണേ അല്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ 2 മഹാന്മാരായ നേതാക്കളുണ്ട്. അവരൊക്കെ ഒരുമിച്ചിരുന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ നയിക്കുന്ന സന്തോഷകരമായ രംഗം കാണാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.